അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ റംസാൻ സ്പെഷ്യലായിട്ടുള്ള റോസ് പുഡിംഗ് കഴിഞ്ഞിട്ട് മറ്റൊരു റംസാൻ വിഭവം. ഇതൊരു നോൺ വെജിറ്റേറിയൻ ഐറ്റം. ഇതൊരു കോഴി കൊണ്ടുള്ളൊരു വിഭവം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നാടൻ വിഭവമാണ് ഇത്. മലബാർ തരിക്കോഴി. ഇത് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ മലബാറിൻ്റെ ഒരു രുചിയുള്ള ഒരു തരിക്കോഴിയാണ്. എന്താണ് ഈ തരിക്കോഴി? അപ്പോൾ അത് കാണണ്ടേ? അപ്പോൾ നമ്മളുടെ ഈ മലബാർ തരിക്കോഴി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത്, വറ്റൽമുളക് 30 മുതൽ 40 എണ്ണം വരെ ആകാം തരിതരിപ്പായി പൊടിച്ചെടുത്തത്, ചെറിയ ഉള്ളി 30 എണ്ണം ചതച്ചത്, വെളുത്തുള്ളി 10 വലിയ അല്ലി ചതച്ചെടുത്തത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1/2 കപ്പ് വരെ ആകാം, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ ഇനി വേണ്ട കാര്യങ്ങൾ: നമ്മുടെ കൊച്ചുള്ളി ചതച്ച് വെക്കുക, പിന്നെ വെളുത്തുള്ളി ചതച്ചെടുക്കുക, ബാക്കി ഇത്രയേ ഉള്ളൂ. ഇനി ചതച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിതങ്ങോട്ട് തയ്യാറാക്കാം. ഇനി നമ്മളൊരു ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ, അതായത് കോഴി കഷ്ണങ്ങൾ, ഒരു 1.5 കിലോയുടെ കോഴി എടുക്കുക. ചില്ലി ചിക്കനൊക്കെ മുറിക്കുന്ന പോലെ മുറിച്ചാൽ മതി, ചെറിയ കഷ്ണങ്ങളായിട്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കഷ്ണങ്ങൾ. ഇത് 1.5 കിലോയുടെ കോഴിയാണ്. അതായത് ഒരു 1.800-ൻ്റെ കോഴി എടുത്തിട്ട് അതിൻ്റെ തൊലിയും മറ്റു കാര്യങ്ങളും വേസ്റ്റൊക്കെ മാറ്റി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 1.400-1.500-നകത്ത് കിട്ടും. അത്രയും വേണം നമുക്ക് ഏകദേശം. അപ്പോൾ ഒരു 1.300, 1.400 എന്ന് പറയാം. അതിനെ പീസസ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 2-3 കാര്യങ്ങൾ. പ്രധാനമായിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ചതച്ച് വച്ചിരിക്കുന്ന വെളുത്തുള്ളി. അത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരും ചതച്ചെടുക്കുമ്പോൾ. ഒരു 10 അല്ലി വെളുത്തുള്ളി. പിന്നെന്താ, ചെറിയ ഉള്ളി നമ്മൾ ഏതാണ്ടൊരു 25-30 ആകാം. ചെറിയ ഉള്ളി ചതച്ചത്, അതും ഇങ്ങനെ റെഡിയാക്കിയത്. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെന്താ, വറ്റൽ മുളകിൻ്റെ തരിതരിപ്പായി പൊടിച്ച വറ്റൽ മുളക്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 40 വറ്റൽമുളക് ഇങ്ങനെ തരിതരിപ്പായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാം. അപ്പോൾ ഒരു 4, അപ്പോൾ തരിതരിപ്പായി 40 എണ്ണം പൊടിച്ചാൽ ഇപ്പോൾ ഏകദേശം 6 ടേബിൾ സ്പൂണോളം കാണും. ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് കറിവേപ്പില പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് ചേർക്കാം. ഇപ്പോൾ ആദ്യം എന്തായാലും നമുക്കൊരു 2 ഞെട്ടെടുക്കാം. ഇനി വേറൊന്നും ചെയ്യാനില്ല. നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ആദ്യം നമുക്കൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1-1.5 ടേബിൾ സ്പൂൺ ഒഴിച്ച് അതും കൂടി മിക്സ് ചെയ്യാം. തിരുമുന്ന സമയത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് തിരുമ്മി ഇങ്ങനെ പാത്രം അടച്ച് വേവിക്കാം. തീ കത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വേകട്ടെ. വേകുമ്പോൾ ഇതിൽ നിന്നും വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് വീണ്ടും വേകണം. വെള്ളം വറ്റി റെഡിയായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പോൾ ഇപ്പോൾ ഒരു പകുതി പാകമായിട്ടുണ്ട് കോഴി. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കണം. കണ്ടില്ല, അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഇതിലേക്ക് കുറച്ച് പിരിയൻ മുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ, അതിൻ്റെ കൂടെ ഒരല്പം, അപ്പോൾ 2 ടീസ്പൂൺ വരെ ആകാം. 1 മുതൽ 2 ടീസ്പൂൺ. ഇതെല്ലാം എരിവിനനുസരിച്ചിട്ടാണ് വേണ്ടത്. അപ്പോൾ പിരിയൻ മുളക് നമ്മൾ പൊടിയുടെ രൂപത്തിലാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. പിരിയൻ മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്തു. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ ഈ സ്റ്റേജിലും ചേർത്ത് കൊടുക്കുക. വീണ്ടും പാത്രം അടച്ചിടാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏതാണ്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി അരപ്പൊക്കെ ഇങ്ങനെ ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകം ഏതാണ്ട് ആയിക്കഴിഞ്ഞു. ഞാൻ അടപ്പെല്ലാം മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഓപ്പണായിട്ട് ഇടുക. അപ്പോൾ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റിക്കഴിഞ്ഞു ഏകദേശം. ഇങ്ങനെ അരപ്പ് പൊതിഞ്ഞ പാകമാണ്. ഇത് നല്ല സ്പൈസിയാണ് സത്യം പറഞ്ഞാൽ. നല്ല എരിവ്, മണം കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇനി എന്താ ചെയ്യണം? അപ്പോൾ നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്താണ് തിരുമ്മി വെച്ചത്. ഇനി നമ്മൾ ബാക്കി കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാൻ പോവാണ്.
കൂട്ടിച്ചേർത്ത് ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ വേണ്ടി വരും. ഇനി എണ്ണയിൽ കിടന്നിതൊന്ന് മൊരിയണം. ഇപ്പം നല്ല പച്ചയായിട്ടിരിക്കുവാണല്ലോ, വെന്ത ആ ഒരു എന്താ പറയുക, മുളകിൻ്റെ ഒക്കെ റോ ടേസ്റ്റ്, അത് നല്ല ഫയറി ടേസ്റ്റ്, നല്ല എരിവ്, അതൊന്ന് താഴാനും അത് കുറച്ചുകൂടി ഒന്ന് ബാലൻസ് ആകാനുമാണ് ഇനി എണ്ണയിൽ കിടന്ന് ഇതൊന്ന് മൂക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ വീണ്ടും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ, കളറെല്ലാം നമ്മുടെ കരിക്കോഴി എങ്ങനെയായി വരുന്നു എന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഇനി ഇതിൽ ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് എണ്ണയിൽ കിടന്ന് മൊരിയണം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ വേണ്ടി വരും. പിന്നെ എണ്ണയിൽ അടന്നിട്ട് ഈ അരപ്പും മൂത്ത ചിക്കൻ്റെ പീസസും ഒക്കെ ഒന്ന് മൂക്കട്ടെ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടുന്നുണ്ടാകും. നല്ല മൊരിഞ്ഞ് വരട്ടെ. നമുക്ക് ആവശ്യമാണ്, നമുക്ക് എത്രത്തോളം മൊരിക്കണം അതനുസരിച്ചിട്ട് മൊരിക്കാം. ആ സമയം ആ ചെറിയ ഉള്ളി എല്ലാം ചതച്ചതുണ്ടല്ലോ, ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഇതിനകത്ത് കിടക്കാം, മുളകിൻ്റെ തരി, അപ്പോൾ അതെല്ലാം ആ എണ്ണയിൽ കിടന്നൊന്ന് മൂക്കും. അപ്പോൾ കുറച്ചുകൂടി സ്വാദാണ്. നമുക്ക് അങ്ങനെ സ്വാദാക്കി കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ആ ഒരു സ്വാദ് വരട്ടെ. ഒരല്പം ക്ഷമയോടുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ മൊരിഞ്ഞ് കഴിഞ്ഞു. കണ്ടല്ലോ, നല്ല ബ്രൗൺ കളറായി. ഇനി ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുന്നേ ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നു. അതൊരു കോൺട്രാസ്റ്റ് കളർ കിട്ടാൻ വേണ്ടി മാത്രം. തീ ഓഫ് ചെയ്യാം. നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ മലബാർ തരിക്കോഴി റെഡി. മുകളിലായിട്ട് കുറച്ചുകൂടി നമുക്ക് കറിവേപ്പില ഫ്രഷ്. കണ്ടല്ലോ, നമ്മളുടെ മലബാർ തരിക്കോഴി ഇവിടെ റെഡി. നല്ല ഭംഗിയുള്ളൊരു വിഭവം. കഴിക്കാൻ വളരെ നല്ല സ്വാദായിരിക്കും. പിന്നെന്താ പറയുക, ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അധികം ചേരുവകളൊന്നുമില്ല. കുറച്ച് എന്താ പറയുക, പേഷ്യൻ്റായിട്ട് ചെയ്താൽ മതി. എന്തായാലും നമ്മളുടെ ഇന്നത്തെ റംസാൻ വിശേഷങ്ങൾ, റംസാൻ്റെ ആഘോഷങ്ങൾ, ഇങ്ങനെ 2 വിഭവങ്ങളും കൊണ്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. കാര്യം ഇത് നമ്മളുടെ റംസാൻ സ്പെഷ്യലാണ്, ഇന്നത്തെ മലബാർ തരിക്കോഴി. അതുപോലെ തന്നെ നമ്മളുടെ റംസാൻ സ്പെഷ്യലായിട്ടുള്ള റോസ് പുഡിങ്ങും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ റംസാൻ സ്പെഷ്യലായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ മലബാർ തരിക്കോഴി നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പരീക്ഷിക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ എരിവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്വാദിനനുസരിച്ചിട്ട് മാറ്റങ്ങളോടുകൂടി ചെയ്യുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ്. മുളകിൻ്റെ അളവ് മാത്രം കൂട്ടുക, അതായത് കൂട്ടുക കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കുറയ്ക്കുക വേണമെങ്കിൽ കൂട്ടേണ്ട ആവശ്യമില്ല. മാക്സിമം ആണ് ഞാൻ പറഞ്ഞത്. മാക്സിമം 40 വറ്റൽമുളക് വരെ ആകാം. 2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. അപ്പോൾ 30 മുതൽ 40 വറ്റൽമുളക്, അതാണ് കണക്ക്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ മുതൽ 6 ടേബിൾ സ്പൂൺ വരെ തരി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. നല്ല പത്തിരിയുടെ കൂടെ കഴിക്കാം, പിന്നെന്താ ആപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ സ്വാദോടു കൂടി കഴിക്കാൻ പറ്റിയൊരു കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടം.